പഴയ സ്റ്റേജിന്റെ പുറകിൽ നിന്നുള്ള ഓർമ്മകളുണ്ടല്ലോ, അതാണ് മെയിൻ. നമ്മൾ ഓരോ ആളുകളെയും ഓരോ കണ്ടസ്റ്റന്റ് നമ്മൾ ഓപ്പോസിറ്റ് ഇങ്ങനെ ഓരോ കണ്ടസ്റ്റന്റുകളെ നോക്കുമ്പോൾ ഇവർ നമ്മളെക്കാളും വലിയ ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ ഒരു ജഡ്ജിമാരുടെ കൂട്ടുകാരികളായിരിക്കും, ഇവർ പൈസ കൊടുത്തിട്ടുണ്ടാവും, ഇങ്ങനത്തെ ചിന്തകളായിരിക്കും നമുക്ക് ആദ്യം. ടെൻഷനാണ്, എന്തായാലും തോക്കും, എന്നാലും ടെൻഷൻ. ആദ്യമേ വിജയത്തിനേക്കാൾ മുൻപ് തോൽവിയാണ് മനസ്സിലാക്കി അല്ലേ? കാരണം ഞാൻ അങ്ങനെ തോറ്റു തുന്നമ്പാടി ആളാണ്, അതുകൊണ്ട് എനിക്ക് അങ്ങനെ പറയാൻ വലിയ മടിയൊന്നുമില്ല. പക്ഷെ അങ്ങനെ തോറ്റു തുന്നമ്പാടിയിട്ടാണെങ്കിൽ അവസാനം ജീവിതത്തിൽ വിജയം നേടി എന്നുള്ളതാണ്. അതെ, ഇനിയും നേടാനുണ്ടെന്നുള്ളതാണ് തീർച്ചയായും. അപ്പൊ നേരത്തെ രസകരമായിട്ട് പറഞ്ഞൊരു കാര്യം, ഇവരെന്തൊക്കെയോ വെച്ച് തരുന്നു ദുഷ്ടം അല്ലേ? ഈ പ്രസംഗിക്കണതിന്റെ എന്റെ കോൺസെൻട്രേഷൻ മുഴുവൻ മിൽക്കി ബാറിലേക്ക് പോകും. ഉച്ചയായി വിശന്ന് തുടങ്ങി. വേണ്ട കഴിച്ചോ. അപ്പോ നേരത്തെ ബിബിൻചേട്ട പറഞ്ഞതുപോലെയുള്ള ചെറിയൊരു കാര്യം ഒന്ന് ഓർത്തെടുക്കുകയാണ്. കലോത്സവ വേദികളിൽ നിന്നും നിങ്ങൾ ഒരുപാട് സൗഹൃദങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് കൂടെ തന്നെയാണ്. അതായത് ഒന്നിച്ച് കലോത്സവ വേദികൾ പങ്കിട്ടവര്, അതുപോലെ തന്നെ ഒന്നാം സ്ഥാനം നേടുന്നത് കണ്ട് സങ്കടപ്പെട്ട് നിൽക്കുന്ന മറ്റൊരു കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി, അതുപോലെ തന്നെ പ്രിയപ്പെട്ട കൂട്ടുകാരനോ അതുപോലെ സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന നമ്മുടെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ സാറിനെ കുറിച്ച് ഉൾപ്പെടെ നേരത്തെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനെ കുറിച്ച് എന്താണ് ഈ ഒരു അവസരത്തിൽ ഓർത്തെടുക്കുമ്പോൾ പറയാനുള്ളത്? അല്ല, വിഷ്ണു ഉണ്ണികൃഷ്ണൻ ഞാനും ഏറ്റവും നല്ല കൂട്ടുകാരായത് ഇതേപോലത്തെ കലോത്സവ പ്രോഗ്രാമുകളിലാണ്. കാരണം ഞാനും അവനാണ് മിമിക്രിയിൽ മത്സരിച്ചത്. അവനായിരിക്കും ഒന്നാം സമ്മാനം എപ്പോഴും. അത് ഓക്കെ, ഞാൻ വേറൊന്നും ചീത്ത പറഞ്ഞല്ലോ, തോന്നി, സോറി. അപ്പോൾ അവനും ഞാനും ഈ പറഞ്ഞ പോലെ രണ്ടുപേരും മത്സരിക്കുമെങ്കിലും ഞങ്ങൾ തമ്മിലുള്ള സ്നേഹം ഈ പറയുന്ന സ്റ്റേജിന്റെ പുറകിൽ നിന്നിട്ടാണ് ആരംഭിക്കുന്നത്. അന്ന് മുതൽ ഒരുപാട് മത്സരങ്ങളിൽ ഇതുവരെ ചേട്ടൻ പറഞ്ഞവരെ പങ്കെടുക്കുമായിരുന്നെങ്കിലും ഞാൻ മിക്കപ്പോഴും തോക്കുമായിരുന്നു. പക്ഷേ കുറേ വർഷങ്ങൾക്ക്, എനിക്ക് തോന്നുന്നു 9 or 10 കൊല്ലങ്ങൾക്ക് ശേഷമാണ് മഹാരാജാസ് കോളേജിൽ വെച്ചാണ് ഞങ്ങൾ തമ്മിൽ അവസാനമായിട്ട് മത്സരിക്കുന്നത് മിമിക്രിക്ക്. അന്ന് അത്രയും നാള് പരാജയപ്പെട്ടിട്ട് ഞാൻ ആകെ ജയിച്ച ഒരു കൊല്ലം മഹാരാജാസ് വെച്ചിട്ടാണ്. അതോടുകൂടി ഞങ്ങൾ തമ്മിലുള്ള മത്സരം അവസാനിച്ചു. പിന്നെ ഞാനും അവരും തമ്മിൽ അന്ന് മുതൽ കൂട്ടാണ്. അങ്ങനെ ഒരുമിച്ച് അമരമ്പരന്തോണി വരെ എഴുതി. ആ ഒരു നിറഞ്ഞ സൗഹൃദം, ആ ഒരു സ്നേഹം ഇപ്പോഴും നല്ല രീതിയിൽ അത് ഇതേപോലെ കലോത്സവ വേദികളിൽ തന്നെ തുടങ്ങിയതാണ്. ഒരു സിനിമ പ്രതീക്ഷിക്കാം ഒരെണ്ണോളം കൂടിയിട്ട്. പിന്നെ നിർത്തിയിട്ടൊന്നുമില്ല. നീ എന്തിനും ഉടക്കി പിരിഞ്ഞു പോലത്തെ ചോദിച്ചത്. ഓക്കെ. അപ്പൊ ഏതായാലും മിമിക്രി കൂടെ നല്ല ഗംഭീരമായിട്ട് നമ്മളെയൊക്കെ കൊടുക്കണം. ഇവരെ ഇയാളുടെ ശിഷ്യകളാണ് അതോടൊപ്പം അല്ലേ? അപ്പൊ ഇവരൊരു പാട്ട് പാടി. അപ്പൊ ഇവരൊരു വേച്ച് പാട്ട് പാടാൻ വേണ്ടി എല്ലാരും കൂടി വന്നേ കൂടെ നമുക്ക് ഒരുമിച്ച് പാടാം. ഏതായാലും ബിബിൻചേട്ടൻ്റെ പാട്ട് പാടാൻ നമ്മൾ ആവശ്യപ്പെടുകയായിരുന്നു. പക്ഷെ അതിനു മുൻപ് അദ്ദേഹവും ആ പാട്ട് അങ്ങോട്ട് പാടാമെന്ന് സ്വയം അങ്ങോട്ട് സമ്മതിച്ചിരിക്കുകയാണ്. ഏത് പാട്ടായാലും പാടും. അപ്പൊ നമുക്ക് എല്ലാവർക്കും ചേർന്ന് പാടാം. വന്ന കാര്യം പറയാൻ മറന്നുപോയി. ഇന്റർവ്യൂ ചെയ്തിട്ട് വിടാനുള്ള പരിപാടിയായിരുന്നല്ലോ കണ്ണന്മാരെ. എന്റെ സിനിമ February 6 ശുക്ര എന്ന് പറഞ്ഞ സിനിമ റിലീസാവുകയാണ്. പഴയ ബോംബുകഥ, മാർഗം കളിയൊക്കെ പോലെ ഭയങ്കര ഫൺ എന്റർടൈൻമെന്റ് ആയിട്ട് ഒരു ഫുൾ ഫാമിലി ത്രില്ലറായിട്ടാണ് ഈ സിനിമ ഇറങ്ങുന്നത്. എല്ലാവരും കാണണം. താങ്ക് യു വെരി മച്ച്. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ നല്ലൊരു ശുക്രൻ ഉദിക്കുന്ന ഒരു ദിവസം തന്നെ ആവട്ടെ February 6 എന്ന് പറയുന്നത്. ഈ ഒരു സിനിമ വളരെ ഗംഭീരമായിട്ട് വലിയൊരു വിജയമാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും ഒപ്പം ഉണ്ടായിരിക്കണമെന്ന് റേഡിയോ നെല്ലിക്കയുടെ പേരിൽ ഈ ഒരു അവസരത്തിൽ എല്ലാവരുടെ അടുത്തും ഒരു നിറഞ്ഞ സ്നേഹത്തോടെ റിക്വസ്റ്റ് വെക്കുകയാണ്. പിന്നെ ഏതായാലും നമ്മളിവിടെ തയ്യാറാവുന്നതിന് മുൻപിട്ടൊരു കാര്യം കൂടെ ഒന്ന് സൂചിപ്പിക്കട്ടെ. ഇവിടെ ഇദ്ദേഹത്തെ ഇങ്ങോട്ട് വിളിക്കുന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു. ഓരോ സ്റ്റുഡിയോകളിൽ നിന്നും മറ്റൊരു സ്റ്റുഡിയോകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ എത്തുമ്പോൾ ഞാൻ ജസ്റ്റ് പറയുമായിരുന്നു, നമുക്ക് താഴെ നിന്നിട്ട് ജസ്റ്റ് പറയാം, പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ കൊണ്ട് വിടാൻ. പക്ഷെ ആ ഒരു സ്പിരിറ്റ്, അതായത് ഒരു കലാകാരൻ ഇത്രയും വർഷങ്ങളായിട്ട് ഈ ഒരു മേഖലയിൽ വന്ന് വേദികളിൽ നിന്നും വേദികളിലേക്ക് പോയത് കൊണ്ട് തന്നെ ഈ സ്റ്റേജിലേക്ക് പെട്ടെന്ന് ചാടി കയറി ഇങ്ങോട്ട് വരുമ്പോൾ ഉള്ള ആ ഒരു സ്പിരിറ്റ് ഉണ്ടല്ലോ, അതിന് എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. നിറഞ്ഞൊരു കയ്യടി അതിന് കൊടുത്തേ പറ്റുള്ളൂ. അതൊരു വലിയൊരു കലാകാരൻ ഏഴഞ്ഞാണെങ്കിലും നമ്മൾ മുന്നോട്ട് പോകും. അതാണ് ജീവിതത്തിൽ തോറ്റു കൊടുക്കില്ല എന്നുള്ളൊരു വാശിയാണ്. അപ്പൊ ഏതായാലും നമുക്ക് ആ പാട്ടിലേക്ക് ഒന്ന് കടന്നാലും. ഗോവിന്ദ തിരുനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി 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 നാരായണ കൃഷ്ണ
ഗോവിന്ദ തിരുനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടുണ്ട്. ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കുന്ന പാട്ട് പഠിക്കുകയും ചെയ്തില്ലേ? അപ്പൊ ഏതായാലും ഒരുപാട് സന്തോഷം ഈ ഒരു തിരക്കുകൾക്കിടയിൽ പോലും ഒരു അല്പസമയം ഇവിടെ നമുക്ക് വേണ്ടി ചെലവഴിച്ചതിൽ. ഒരിക്കൽ കൂടി പറയുന്നു, ഫെബ്രുവരി 6-ാം തീയതി ഇദ്ദേഹത്തിന്റെ അടുത്ത സിനിമ നമ്മളെ കുടുകുടാ ചിരിപ്പിച്ച നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഇദ്ദേഹത്തിന്റെ സിനിമ ഇറങ്ങുകയാണ്. തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് ആദ്യ ദിവസം തന്നെ ആ സിനിമ കാണണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. മാക്സിമം ആൾക്കാരിലേക്ക് ആ സിനിമയും കൂടെ എത്തിക്കുക. അപ്പൊ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച്. സെൽഫി സെൽഫി.